എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ റൈസ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ബീഫ് പുലാവ് അഥവാ ഇറച്ചിച്ചോറ്. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നാൽ നല്ല രുചിയായിട്ടുള്ള റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. എന്നിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ പെരുംജീരകം, 4 പച്ചമുളക്, ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇതേപോലെ തരിതരിപ്പായിട്ട് ചതച്ചെടുക്കുക. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് കൊടുക്കാം. 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ നെയ്യും എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ 2 സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാടുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബീഫ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് ഇത് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കുക. ഞാൻ ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇത് വെന്ത് വരാനുള്ള സമയം ഓരോ ബീഫിൻ്റെ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ സൈസ് അനുസരിച്ചും വ്യത്യാസം വരും. ഈ ബീഫ് വേവുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി കുതിർത്തെടുക്കുക. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 4-5 തവണ കഴുകിയ വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അരമണിക്കൂർ നേരം കുതിർത്തിയെടുക്കണം. അരമണിക്കൂർ കുതിർത്ത ശേഷം ഒരു അരിപ്പയിലേക്ക് ആക്കി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുക്കുക. ഇവിടെ കുക്കർ ഇപ്പോൾ തുറക്കാറായിട്ടുണ്ട്. ബീഫ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് കൂടുതൽ അങ്ങ് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്കിനി റൈസ് ചേർത്തിട്ടും കൂടെ വേവിക്കാനുള്ളതാണ്. ഇനി ഇതിൽ എത്രമാത്രം വെള്ളം ഉണ്ടെന്നുള്ളത് നമ്മൾ അളന്ന് നോക്കണം. കാരണം അതനുസരിച്ച് വേണം നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം, റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ 1 കപ്പ് സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി 2 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ഒരു അളവ്. ഇവിടെ ഞാൻ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അധികം കട്ടിയില്ലാത്ത എന്നാൽ തീരെ കട്ടി കുറവുമല്ല, ഒരു മീഡിയം കട്ടിയുള്ള 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, സാധാരണ വെള്ളം ചേർത്താലും മതി. പിന്നെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ റൈസിന് രുചി കൂടുതലായിരിക്കും. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്ന് തുടങ്ങുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ പീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്.
പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഒരു പിടി ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഇത്രയും ചേർക്കാം. ഇനി ആ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങളോട് ചേർക്കാം. പിന്നെ ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് വെയിറ്റ് വെച്ച് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു വിസിൽ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുക്കർ തുറക്കുക. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നല്ല ചൂട് വരുന്നുണ്ട്. ഈ ചൂടോട് കൂടി ഇളക്കിയാൽ ഈ റൈസ് കൂടുതൽ കട്ട പിടിച്ച് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വലിയ ചൂട് കുറഞ്ഞ ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഒട്ടും ഒട്ടി പിടിക്കാത്ത എന്നാൽ പാകത്തിന് വെന്തിട്ടുള്ള നല്ല റൈസായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ അച്ചാറ്, സലാഡ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ സെർവ് ചെയ്യുക. ഈ രീതി നിങ്ങൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.